ഇന്ന് ഞായറാഴ്ച. എല്ലായിടത്തും പോലെ തന്നെ ജപ്പാനിലും ഞായറാഴ്ച പൊതു അവധിയാണ്. ചില ശനിയാഴ്ചകളിൽ നമുക്ക് വർക്ക് ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ കമ്പനിയിലെ സാധനങ്ങളും സ്റ്റോക്കൊക്കെ അനുസരിച്ചിട്ട് അവർ ഷിഫ്റ്റ് ഇടും. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഉറങ്ങി. വൈകുന്നേരം എണീച്ചപ്പോൾ ഒന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു. ജപ്പാനിൽ ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് ചൂട് ഇങ്ങനെ തുടങ്ങി വരികയാണ്. ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള വെൻഡിങ് മെഷീനുകളൊക്കെ കാണാൻ പറ്റും. ഇതുപോലെയുള്ള വെൻഡിങ് മെഷീനുകൾ ജപ്പാനിൽ പല സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും കാണുന്നത് കൊണ്ട് തന്നെ ജപ്പാനിൽ ചൂട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്നൊരു ദാഹിച്ചാലോ കൂൾ ഡ്രിങ്ക്സ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങാൻ പറ്റും. 100 എണ്ണ 110 എണ്ണ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രിങ്ക്സൊക്കെ നമുക്ക് കോള പോലെയുള്ള ഡ്രിങ്ക്സൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു 100 മീറ്റർ അപ്പുറം നമുക്കൊരു 7-Eleven കിട്ടും. 7-Eleven എന്ന് പറയുന്നത് ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറുകളാണ്. അതായത് ജാപ്പനീസിൽ കൊമ്പിനി എന്ന് പറയും. ആ കാണുന്നത് ജപ്പാനിലെ ഒരു ലോക്കൽ ബസ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബസ്സുകളാണ് ഇവിടുത്തെ ലോക്കലായിട്ട് വരെ ഓടുന്നത്. അപ്പോൾ ഇതാണ് 7-Eleven. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ഞാൻ എന്തെങ്കിലും സ്നാക്സ് ആദ്യം എടുക്കണം. അതിനുശേഷം നമ്മൾ കോഫി വാങ്ങണമെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് പറയണം. അതായത് കോഫിയുടെ ഗ്ലാസ് വാങ്ങിയിട്ട് ആ ഗ്ലാസ്സിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടുത്തെ കോഫി മെഷീനിൽ പോയിട്ട് നമ്മൾ കോഫി ഫില്ല് ചെയ്യലാണ്. അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് ഡോണറ്റ് എടുത്തിട്ട് അത് പോയിട്ട് ബില്ലാക്കി നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ ചിഹ്നം ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഗ്ലാസ് തരും. നമുക്ക് ഇഷ്ടമുള്ള കോഫി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെതായ ഗ്ലാസ് നമുക്ക് തന്നിട്ട് ഈ ഒരു കോഫി മിഷനിൽ വന്നിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ കോഫി ഫില്ല് ചെയ്യണം. ഇതിൽ കൃത്യമായിട്ട് ചോദിക്കും ക്രീമി ആണോ സ്റ്റാൻഡേർഡ് ആണോ ഏത് തരം ബ്ലാക്ക് കോഫി ആണോ മിൽക്ക് കോഫി ആണോ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഫി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു 30 സെക്കൻഡൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് റെഡി ആയിട്ട് കിട്ടും. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കോഫി മിക്സ് ചെയ്യുന്നതും പാല് മിക്സ് ചെയ്യുന്നതും ക്രീമി മിക്സ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോഫി റെഡി ആയതിനു ശേഷം നമ്മളതിൽ ഷുഗറും നമ്മൾ തന്നെ ആഡ് ചെയ്യണം. ഇതിൽ നമുക്ക് സിറപ്പ് ഉണ്ട്, അതായത് നോർമൽ ഷുഗർ ഉണ്ട്, സ്ട്രോ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പാർസൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ബോട്ടിൽസും കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി ഷുഗറും ആഡ് ചെയ്തിട്ട് നമ്മളിതാ പുറത്തിരുന്നിട്ട് കുടിക്കുന്നു. ജപ്പാനിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഒരു പാർട്ട് തന്നെയായിരിക്കും ഈ ഒരു കമ്പനികൾ. പലപ്പോഴും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കൂടി ഇവിടുന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ജപ്പാനിലെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ.